സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. പാർലമെൻറ്റ് നിയമനിർമ്മാണ സഭയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പാർലമെൻറ്റ് അംഗങ്ങൾ നിയമനിർമ്മാതാക്കളും. 146 നിയമനിർമ്മാതാക്കളെ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ശേഷം പുതിയ നിയമങ്ങൾ ചുട്ടെടുക്കുന്ന തിരക്കിലാണ് ഭരണകക്ഷി. 146 മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പ്രതിനിധികളില്ലാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടന്നത്. ജനാധിപത്യം എന്നത് പ്രതിപക്ഷവും എതിരഭിപ്രായവും ചർച്ചകളും സമന്വയവും എല്ലാം കൂടിച്ചേരുന്നതാണ് എന്ന തിരിച്ചറിവില്ലാതെയാണ് നിലവിൽ BJPയുടെ രാജ്യഭരണം. ജനങ്ങൾ തങ്ങൾക്കാണ് ഭൂരിപക്ഷം നൽകിയിരിക്കുന്നത് എന്നും അത് രാജ്യത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നും കരുതിയുള്ള ഓട്ടപ്പാച്ചിലാണ് അവർ. പാർലമെൻറ്റ് പോലും സുരക്ഷിതമല്ലെന്ന ഭീതിയിൽ അതേക്കുറിച്ച് ചർച്ച നടത്തണമെന്ന ആവശ്യത്തോട് നിഷേധാത്മക നിലപാടിലാണ് പ്രധാനമന്ത്രിയും. പ്രതിപക്ഷ എംപിമാരെ പുറത്താക്കി പാസാക്കിയെടുത്തിരിക്കുന്നത് പുതിയ ക്രിമിനൽ നിയമങ്ങളാണ്. ബില്ലിനെക്കുറിച്ച് പഠിക്കാൻ അംഗങ്ങൾക്ക് 48 മണിക്കൂർ സമയം നൽകിയിരുന്നുവെന്നും സർക്കാർ ഒരു നിയമവും തിടുക്കപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു അവതരണ വേളയിൽ അമിത്ഷായുടെ സംസാരം. വൈദേശികാധിപത്യത്തിൻ്റെ അടിമത്തം പേറുന്നവയെല്ലാം തകർത്ത് കളയുമെന്ന പ്രഖ്യാപനത്തിന് ഉദാഹരണമായാണ് ആഭ്യന്തരമന്ത്രി തന്നെ ജനാധിപത്യ വിരുദ്ധമായ പുതിയ നിയമനിർമ്മാണത്തെ വിലയിരുത്തുന്നത്. പുതിയ ഭേദഗതികൾ ഡിസംബർ 13 ലോക്സഭ കടന്നു, 14 രാജ്യസഭയും കടന്ന് നിയമമായിരിക്കുകയാണ്. ക്രിമിനൽ നടപടി നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയിലാണ് പരിഷ്കരണങ്ങൾ വന്നിരിക്കുന്നത്. 2023 ആഗസ്റ്റിൽ അവതരിപ്പിച്ച ബില്ലിൽ വിവിധ കമ്മിറ്റികൾ നിർദ്ദേശിച്ച മാറ്റിത്തിരുത്തലുകളോടെയാണ് പുതിയ ബില്ലുകൾ വന്നത്. ഈ നിയമങ്ങൾക്കൊക്കെ പുതിയ പേരുകളും വന്നു. ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിതയായി മാറി. ക്രിമിനൽ നടപടി നിയമം അഥവാ CRPC ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമം ഭാരതീയ സാക്ഷ്യ നിയമവുമായി മാറി. പേരിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഇനി വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരു നിയമം മാറ്റി എഴുതി എങ്ങനെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്നത് ഈ പേരിടൽ കാര്യത്തിലുമുണ്ടല്ലോ. ജാഥകളിലും ഘോഷയാത്രകളിലും ലാത്തി അടക്കമുള്ള ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നത് കുറ്റകൃത്യമല്ലാതാവുന്ന ഒരു പ്രത്യേക തരം നിയമ ഭേദഗതിയാണ് രാജ്യം കാണുന്നത്. ഭീകരത തന്നെയാണ് ഈ നിയമങ്ങളിലും BJPയുടെ തുറുപ്പുചീട്ട്. ഭീകരതയുടെ ലേബൽ ഒട്ടിക്കാൻ വെകിളി പിടിച്ചു നടക്കുന്നവർ പാർലമെൻറ്റിൽ അതിക്രമിച്ച് കയറി അക്രമം നടത്താൻ ആളുകൾക്ക് അനുമതിക്കത്ത് കൊടുക്കുന്ന തങ്ങളുടെ MP കാണില്ല എന്ന് മാത്രം. മൈസൂരിലെ ഏതോ ബസ് സ്റ്റാൻഡിൻ്റെ താഴികക്കുടം പള്ളിമിനാരം പോലെയാണെന്ന് കണ്ടുപിടിക്കുകയും അത് നീക്കിയില്ലെങ്കിൽ ബുൾഡോസർ വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സൂക്ഷ്മ നിരീക്ഷകനാണ് പ്രശാന്ത് സിൻഹ എന്ന ഈ MP. പാസ്വേഡ് കൈമാറി MP പുറത്താക്കി എത്തിക്സും രാഷ്ട്രീയവുമാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷെ മൈസൂർ കുടക് MP വിളിച്ചു വരുത്താനോ തെളിവെടുക്കാനോ പറ്റാത്ത എത്തിക്സ് ഉള്ള കമ്മിറ്റികളെ ഒന്നും കാണാനില്ല. അത് ചിലരെ മാത്രം ഭീകരതയുടെ കള്ളിക്കുള്ളിൽ അടയ്ക്കും. ഭരണഘടനയെക്കാളും നീതിബോധത്തെക്കാളും ഒക്കെ വലുത് സംഘശാഖകളിലെ കുറുവടി ക്ലാസുകളിലെ രാജ്യസ്നേഹത്തിനാവും. അതായത് ഹിജാബ് ധരിക്കേണ്ടവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പ്രസ്താവിച്ച സിൻഹയെപ്പോലുള്ളവരുടെ രാജ്യസ്നേഹം. നിലവിലുള്ള ഭീകര നിയമമായ UAPA നിർവചിക്കുകയും ശിക്ഷ വിധിക്കുന്നതുമായ ഭീകരതയെ ഇവരുടെ അച്ചിൽ വിരിഞ്ഞ പുതിയ നിയമം ഒന്നുകൂടെ നിർവചിക്കുകയും കുറ്റകൃത്യമാക്കുകയും ചെയ്യുന്നുണ്ട്. UAPA നിയമത്തിൽ പറയുന്നതിന് തുല്യമാണ് ഈ നിയമത്തിലെ ഭീകരതാ നിർവചനവും. UAPA ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു നിയമമെന്ന് ആശങ്കപ്പെടാൻ ന്യായമൊന്നുമില്ല. ഒരു വ്യക്തിയെ UAPAയിൽ പെടുത്തി അകത്തിടണോ അതല്ല പുതിയ പീനൽ കോഡ് പ്രകാരം അകത്തിടണോ എന്ന് തീരുമാനിക്കാൻ പോലീസിന് അധികാരം കിട്ടും. പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചും കസ്റ്റഡി പീഡനങ്ങളെക്കുറിച്ചും ഒക്കെ പല തവണ കോടതികൾ ആശങ്ക രേഖപ്പെടുത്തിയതാണ്. പോലീസിൻ്റെ അമിതാധികാര പ്രയോഗത്തിനെതിരെ പല വിധികളും വന്നിട്ടുണ്ട്. എന്നിട്ടും രാജ്യത്തെ ഒരു പോലീസ് സ്റ്റേറ്റായി പ്രഖ്യാപിക്കാൻ എന്നോണം പോലീസിന് വേറെയും അവകാശങ്ങൾ ഈ നിയമം നൽകുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുവേ ഉണ്ടായിരുന്ന നിയമത്തിന് പുറമെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പ്രത്യേക കേസെടുക്കാൻ പുതിയ നിയമം പോലീസിന് അനുവദിക്കുന്നുണ്ട്. നിലവിലുള്ള 15 ദിവസത്തെ പോലീസ് കസ്റ്റഡി കേസിനനുസരിച്ച് 60-90 ആക്കാമെന്നും നിയമം പറയുന്നു. പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വെക്കേണ്ട ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ എടുക്കാനും സൂക്ഷിക്കാനും അനുമതി ഉണ്ടായിരുന്നിടത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആരുടെയും
ബയോമെട്രിക്സ് വിവരങ്ങൾ ശേഖരിക്കാമെന്നതാണ് പുതിയ വകുപ്പ്. പുതിയ നിയമ ഭേദഗതി പ്രകാരം കോടതിയിൽ ഹാജരാക്കുമ്പോഴും പ്രതിക്ക് ഇനി കയ്യാമം ഉണ്ടാകും. ഇതിനു പുറമെ ഭാര്യയ്ക്കെതിരെ ഭർത്താവും ബന്ധുക്കളും നടത്തുന്ന ക്രൂരതയുടെ നിർവചനത്തിൽ മാനസിക ക്രൂരത കൂടി ഉൾപ്പെടുത്തി വരുത്തിയ മാറ്റം, ബലാത്സംഗം, ലൈംഗികാതിക്രമം എന്നിവയെക്കുറിച്ചുള്ള കോടതി നടപടികളുടെ അനധികൃത പ്രസിദ്ധീകരണം കുറ്റകരമാക്കൽ, ആൾക്കൂട്ട കൊല കുറ്റകൃത്യമാക്കുകയും കൊലപാതകത്തിന് സമാനമായി പരിഗണിക്കുകയും ചെയ്യാനുള്ള തീരുമാനം എന്നിവയൊക്കെ പുതിയ നിയമത്തിൽ വരുന്ന ചില മാറ്റങ്ങളാണ്. ചില ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പുതിയ നിയമപ്രകാരം പ്രതിഫലമില്ലാതെ സാമൂഹിക സേവനം ചെയ്യൽ ശിക്ഷയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കോടതിയും പരിശോധനാ സമിതിയും ഒക്കെയുള്ള UAPAയെക്കുറിച്ച് വിമർശനങ്ങൾ ഏറെ ഉയരുന്നൊരു ഘട്ടത്തിൽ എളുപ്പത്തിൽ ആളുകളെ ഭീകരവാദിയാക്കാൻ പുതിയ നിയമങ്ങൾ ഉപയോഗിക്കപ്പെടുമെന്ന ആശങ്ക ഉണരുന്നുണ്ട്. ആർക്കെതിരെയാവും ഇതിൻ്റെ പ്രയോഗവൽക്കരണം എന്ന് ഉറപ്പ്? അവരെ രണ്ട് തരത്തിൽ ചങ്ങലക്കിടാനാവും ഭരണകൂട പദ്ധതി. ഒന്ന് UAPA വഴിയും മറ്റൊന്ന് ഈ നിയമ ഭേദഗതി വഴിയും. പാർലമെന്റ് ആക്രമിച്ചവർക്ക് പാസ് നൽകിയ ആൾ പാർലമെന്റിൽ ഇരിക്കുകയും പാർലമെന്റിന്റെ സുരക്ഷയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടവർ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന പ്രത്യേകതരം നീതി നടപ്പിലാക്കുന്ന സംഘനീതി പുസ്തകത്തിൽ ഇത്തരം നിർവചനങ്ങൾ എങ്ങനെയായിരിക്കും പ്രയോഗവൽക്കരിക്കപ്പെടുക എന്നതിന് കൂടുതൽ ചിന്തയുടെയോ തെളിവുകളുടെയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിയമത്തിൻ്റെ നിർവചനത്തിൽ സന്ദേശം എന്നതിൽ അടയാളങ്ങൾ, സൂചനകൾ, എഴുത്ത്, ടെക്സ്റ്റ്, ചിത്രം, ശബ്ദം, വീഡിയോ, ഡാറ്റ സ്ട്രീം, അറിവുകൾ അങ്ങനെ എന്തും പെടും. ഇത്തരം സംഗതികളെല്ലാം നിയന്ത്രിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന 2023 ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ ഇത്തവണ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നു. അതായത് വാട്സപ്പും ഫേസ്ബുക്കും എക്സും ഇൻസ്റ്റയും ഒക്കെ ഇതിൽ പെടുമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളും അംഗീകാരം നേടിയ ശേഷമേ ഇനി ഇന്ത്യയിൽ പ്രവർത്തിക്കാനാവൂ. OTT നിയന്ത്രിക്കപ്പെടുമല്ലോ എന്ന ആശ്വാസത്തിൽ ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ബില്ലിന് കൈയടിച്ചു കഴിഞ്ഞു. പൊതുജന താൽപ്പര്യവും സുരക്ഷയും അടിയന്തര സാഹചര്യവും ഒക്കെ ഇവിടെയും വില്ലനായി വരുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ എല്ലാ സേവനവും തടയപ്പെടും. ഒരു വ്യക്തിയിൽ നിന്നോ ഒരു കൂട്ടം ആളുകളിൽ നിന്നോ ഉള്ള സന്ദേശ കൈമാറ്റം തടയാൻ സർക്കാരിന് അവകാശം കിട്ടും. അതായത് എല്ലാ സന്ദേശങ്ങൾക്കും മേൽ സർക്കാരിൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും എന്നർത്ഥം. സുരക്ഷയുടെ പേരിൽ ചില രാജ്യങ്ങളുടെ വാർത്താവിനിമയ ആപ്ലിക്കേഷനുകൾ തടയാനും സാധിച്ചേക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ ഇൻ്റർനെറ്റ് പോലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നാകെ നിർത്തലാക്കാതെ സന്ദേശങ്ങൾ തരംതിരിച്ച് കൈമാറാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നത് വിപ്ലവമായി വിലയിരുത്തുന്നവരും ഉണ്ട്. 1885 ഇന്ത്യൻ ടെലിഗ്രാഫ് നിയമവും വയർലെസ് ടെലിഗ്രാഫി നിയമവും ഭേദഗതി ചെയ്താണ് പുതിയ നിയമം വരുന്നത്. 1991 ആരാധനാലയ നിയമത്തെ കണ്ടില്ലെന്ന് നടിച്ച് സുപ്രീം കോടതി. ഷാഹി മസ്ജിദിൽ സർവേ നടത്താനുള്ള അലഹാബാദ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറാവാതിരുന്നതാണ് നിയമവിദഗ്ധരുടെ ഇത്തരമൊരു വിലയിരുത്തലിന് കാരണമായിരിക്കുന്നത്. മുൻപ് ഗ്യാൻവാബി മസ്ജിദിൻ്റെ സർവേയുടെ കാര്യത്തിലും കോടതി ഇത്തരത്തിലൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഹിന്ദുത്വരുടെ പുതിയ അവകാശവാദങ്ങൾക്ക് തടയിടാൻ കഴിയുമായിരുന്ന 91 നിയമത്തിൻ്റെ ഒഴികഴിവുകൾ തേടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിരിക്കും. 92 ബാബരി മസ്ജിദ് ധ്വംസനത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ആരാധനാലയ നിയമം നടപ്പിലായത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് സ്റ്റാറ്റസ് കോ നിലനിർത്തുകയും അവയുടെ സ്വഭാവം മാറ്റുന്നതിനെ നിരോധിക്കുകയും ചെയ്യുന്നതാണ് ഈ നിയമം. ചരിത്രത്തിലെ തെറ്റുകൾ വർത്തമാനകാലവും ഭാവിയും അപകടപ്പെടുത്താൻ ഉപയോഗിക്കപ്പെടരുത് എന്ന ആശയമാണ് ഈ നിയമത്തിനു പിന്നിലെന്ന് 94 ഒരു വിധിയിൽ സുപ്രീം കോടതി സൂചിപ്പിച്ചിരുന്നു. 2019 ബാബരി മസ്ജിദ് കേസിൽ വിധി പറയുമ്പോൾ ഈ നിയമത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞിരുന്നു ഇതേ കോടതി. എല്ലാ ആരാധനാലയങ്ങളുടെയും 1947 അവസ്ഥ നിലനിർത്താൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നായിരുന്നു കോടതിയുടെ നിലപാട്. ഈ നിയമത്തിനെതിരായി സ്ഥിരം പരാതിക്കാരനായ അശ്വിനികുമാർ ഉപാധ്യായയുടെ ഹർജി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനൊന്നും ഒരു തീർപ്പ് പറയാൻ ഇതുവരെ കോടതി തയ്യാറായിട്ടുമില്ല. ഈ ഹർജി ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയക്കാൻ കൽപ്പിച്ചത് ബാബരി കേസിൻ്റെ വിധി പറഞ്ഞ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് ബോബ്ഡെ തന്നെയായിരുന്നുവെന്നത് വിരോധാഭാസം. ആ നിലപാടിനെ മുറുകെ പിടിച്ച് അതിനെതിരായി വരുന്ന ഹർജികളൊക്കെ തള്ളാമായിരുന്നിട്ടും നിയമത്തെ തള്ളിക്കളയുന്ന തരത്തിലുള്ള അലഹാബാദ് ഹൈക്കോടതിയുടെ നടപടികളെ സംരക്ഷിക്കുന്ന രീതിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത് എന്ന് നിയമവിദഗ്ധർ നിരാശപ്പെടുന്നുണ്ട്. 1991 നിയമം തടയുന്നത് ആരാധനാലയങ്ങളുടെ രൂപമാറ്റം മാത്രമാണെന്നും 1947 മുമ്പുള്ള ഒരു ആരാധനാലയത്തിൽ
ഏത് തരത്തിലുള്ള മതചടങ്ങുകളാണ് നടന്നിരുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും അത്തരത്തിലുള്ള അന്വേഷണങ്ങളെ പ്രസ്തുത നിയമം തടയുന്നില്ല എന്നുമായിരുന്നു അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി. ഗ്യാൻവാപി പള്ളിയിൽ സർവേ നടത്തിയ റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന് വിരുദ്ധമായി സീൽ വെച്ച കവറിലാണ് പുരാവസ്തു വകുപ്പ് സമർപ്പിച്ചിരിക്കുന്നത്. നിയമങ്ങൾ ഒരു വഴിക്കും ചില കോടതികൾ വേറെ വഴിക്കുമാണോ എന്ന സംശയത്തിലാണ് പൊതുജനം. ഒരിടത്ത് സർവേ തുടങ്ങിക്കഴിഞ്ഞു, മറ്റൊരിടത്ത് സർവേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. അണിയറയിൽ പുതിയ സർവേ ആവശ്യങ്ങളുമായി ഹർജികൾ അശ്വിനികുമാരന്മാർ തയ്യാറാക്കുന്നുമുണ്ടാവും. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.